നമ്മൾ ഈ വർഷത്തെ കീം റാങ്ക് എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതെല്ലാ വർഷവും ഈ കീമിന് റാങ്കും വരുമ്പോഴൊക്കെയുള്ള പ്രോബ്ലങ്ങൾ എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷം ഈ രീതി കൂടെ ആണെങ്കിൽ വേറെ, കഴിഞ്ഞ വർഷം വേറെ, അതിന് മുമ്പ് അങ്ങനെ. ഈ വർഷത്തെ കാര്യം പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറയാനില്ല അല്ലേ. പക്ഷെ എന്റെ നോട്ടത്തിൽ ഈ CBSE മാർക്ക് അപ്ലോഡ് ചെയ്ത് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ എല്ലാം മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. CBSE കുട്ടികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരുടെ മാർക്കിനുള്ളിൽ ഒത്തിരി പരാതികളുണ്ട്. CBSE ഈ വർഷത്തെ മാർക്ക് ഒത്തിരി പ്രശ്നത്തിലുണ്ട്, മാർക്ക് ഒത്തിരി പേരുടെ കുറവുണ്ട്. അപ്പൊ അതിന് റീവാല്യൂ ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. മിക്കവാറും അതിന്റെ മാർക്ക് വന്നിട്ടേ ഉള്ളൂ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതുകൂടെ വന്നിട്ടൊന്ന് റീ എൻട്രി ചെയ്തിട്ടായിരിക്കാം ഈ വർഷത്തെ റാങ്ക് വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാ വർഷങ്ങളിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരാറുണ്ട് നമ്മുടെ കീമിന്റെ റാങ്കുമായിട്ട് ബന്ധപ്പെട്ട്. കഴിഞ്ഞ വർഷം വലിയൊരു കേസും കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി പോയിട്ടൊക്കെയാണ് ആ പ്രശ്നങ്ങൾ തീർന്നത്. അതിന് മുമ്പാണെങ്കിലും പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഈ റാങ്കിന്റെ കാര്യം വരുമ്പോൾ പ്രശ്നങ്ങളാണ്. ഈ വർഷത്തെ കാര്യം വലിയ പ്രശ്നമായില്ലെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ തന്നെ റിസൾട്ട് വന്നിട്ട് എത്രയോ ദിവസങ്ങളായി. നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുകയും ചെയ്തു, എന്നിട്ട് ഒന്നും ആവുന്നില്ല അല്ലേ. ഇതൊക്കെ എന്തുമാത്രം നമുക്ക് എളുപ്പത്തിൽ സൈറ്റിനുള്ളിൽ എളുപ്പം അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ആയിരിക്കാൻ കാരണം CBSE ആണ് മെയിൻ പ്രോബ്ലം എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം ഇങ്ങനെ സമയമെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ കുട്ടികൾക്കെല്ലാം ഈ അഡ്മിഷൻ കിട്ടുന്നതിനെ കുറിച്ച് വളരെ വലിയൊരു പ്രശ്നമുണ്ട്. ഈ സമയത്ത് പല കുട്ടികളും മാനേജ്മെന്റിൽ പോയി സീറ്റ് എടുക്കാനുള്ള ആ രീതി കൂടെ മാറുന്ന ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇനി ഇതെപ്പോൾ വരും എന്നൊക്കെ ഉള്ളതും അതുപോലെ അഡ്മിഷൻ കിട്ടത്തില്ലയോ എന്നൊക്കെയുള്ള പേടിച്ച് പലരും മാനേജ്മെന്റ് സീറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാഷും ഒക്കെ അടച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കാര്യങ്ങൾ ശരിയായിട്ടല്ല നടക്കുന്നത് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ഇത് ഇത്രയും ലേറ്റ് ആവുന്നതോറും പല കുട്ടികൾക്കും ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ തന്നെ ഏത് ബ്രാഞ്ച് എടുക്കണം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുക. അത് ഇനി വെളിയിൽ പോകണോ, ഇവിടെ തന്നെ നിന്ന് പഠിക്കണോ, ഇനി വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണോ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് എത്രയും വേഗം ഒന്ന് തീർത്തു തരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം കുട്ടികളുടെ മനസ്സിന് ഇതാകെ ഒരു പ്രശ്നങ്ങളായിട്ട് മാറിയിട്ടുള്ള കാര്യമാണ്. പല പേരൻസുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്നും പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ വർഷവും എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന്റെ മുന്നിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഈ വർഷത്തെ പ്രശ്നം ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടില്ലെങ്കിലും എന്റെ നോട്ടത്തിൽ തോന്നിയ കാര്യം ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇതിന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ കീമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയുവാണ്. ബെസ്റ്റ് വിഷസ്. ഓക്കെ, ഗുഡ് ബൈ.